ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് കാണിക്കുന്നത്. തൃശ്ശൂരിലുള്ള വാഴച്ചാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങൾ ആലുവയിൽ നിന്ന് ഫാമിലി ആയിട്ടാണ് തൃശ്ശൂരിലേക്ക് പോയത്. ആലുവയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് 1.5 മണിക്കൂർ ആണ് വേണ്ടത്. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ജസ്റ്റ് വണ്ടിയുടെ നമ്പറൊക്കെ കൊടുക്കണം. പോകുന്ന വഴിയൊക്കെ റബ്ബർ മരങ്ങളും മുളങ്കാടുകളും പനമരമാണ് കൂടുതലായിട്ട് ഉള്ളത്. പനമരം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. ഈ പോകുന്ന വഴിയൊക്കെ ഫോറസ്റ്റിന്റെ കീഴിലുള്ളതായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ നല്ലൊരു വെള്ളച്ചാട്ടം. ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള ചാർപ്പ വെള്ളച്ചാട്ടം. അവിടെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ കുരങ്ങന്മാരെ ഒരുപാട് കാണാമായിരുന്നു. ഫാമിലി ആയിട്ടാണ് കുരങ്ങന്മാർ അധികവും ഉള്ളത്. സിൽവർ സ്റ്റോൺ വലിയൊരു പാർക്കും കാണാം. ഇതാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ എൻട്രൻസ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. മലക്കപ്പാറ പോകുന്ന വഴിക്കാണ് ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടുന്ന് എൻട്രി ഫീ എടുത്തു കഴിഞ്ഞാൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കും പോകാം. 2 വെള്ളച്ചാട്ടം കാണാനും ഒരു ടിക്കറ്റ് മാത്രം മതി. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് വാഴച്ചാൽ. എല്ലാ ഭാഗവും സ്റ്റീൽ ഗേറ്റ് ചെയ്ത് അത്രയും സുരക്ഷിതമാണ് ഈ ഒരു സ്ഥലം. അതുപോലെ തന്നെ വാച്ചേഴ്സ്മാരുടെ ഹട്ടും കുറേ ആയിട്ടും ഉണ്ട്. വാഴച്ചാലിൽ നല്ലൊരു ഹെർബൽ ഗാർഡനും ഉണ്ട്. വാഴച്ചാൽ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം ഞങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായി പോയി.
അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ ഒരുപാട് ദൂരെയാണ് പാർക്കിംഗ് പ്ലേസൊക്കെ കിട്ടാറുള്ളത്. അവിടെ നിന്ന് അങ്ങനെ കുറേ സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ വേണം അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകാൻ. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ മുകളിലും താഴെയും വ്യൂ പോയിന്റ്സ് ഉണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലമാണ് മുകളിലുള്ള വ്യൂ പോയിന്റ്. ഇവിടെ ഒരു വാച്ചർ ഹട്ട് കാണാം. ഫ്ലഡിന്റെ സമയത്ത് പോലും ഈ ഹട്ടിന് ഒന്നും സംഭവിച്ചിട്ടില്ല. രൗദ്രഭാവത്തിലുള്ള ചാലക്കുടി പുഴയെ എല്ലാ ഭാഗത്തും കാണാം. മഴ ഇത്രയധികം പെയ്തിട്ട് പോലും ഈ ഏരിയയിൽ അധികം വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല. വെള്ളം ഇവർ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം വളരെ കുറച്ച് മാത്രമേ വെള്ളമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ആൾക്കാരൊക്കെ വെള്ളത്തിലിറങ്ങി ഇഷ്ടം പോലെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനുശേഷം താഴെയിലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാണാൻ പോയി. അവിടെ പോകാൻ ഒരുപാട് കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ട്. നല്ല ഉരുളം കല്ല് പോലത്തെ കല്ലാണ് അവിടെ പതിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇറങ്ങാനും കയറാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. സ്ലോലി നിർത്തിയിട്ടാണ് ഞാനൊക്കെ പോയത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കാണേണ്ടത് തന്നെയാണ്. ഈ 2 വെള്ളച്ചാട്ടവും കണ്ടതിന് ശേഷം ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയി. റിസോർട്ടും അതിൻ്റെ ചുറ്റുപാടുകളും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. Thank you.